ആദ്യത്തെ 13 എണ്ണൽ സംഖ്യകളുടെ ക്യൂബുകളുടെ ശരാശരി കാണുക. ആദ്യത്തെ 13 എണ്ണൽ സംഖ്യകളുടെ ക്യൂബുകളുടെ ശരാശരി. നമുക്ക് ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ ക്യൂബുകളുടെ തുക സൂത്രവാക്യം അറിയും. ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ ക്യൂബുകളുടെ തുക സൂത്രവാക്യം എന്താ? n ഇൻറ്റു n+1/2 ഹോൾ സ്ക്വയർ. ഇതെന്താണ്? ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ ക്യൂബുകളുടെ തുകയാണത്. നമുക്ക് തുകയല്ല കാണേണ്ട, ശരാശരിയാണത്. അപ്പോൾ ഇതിനെ നമുക്ക് ഈ ഹോൾ സ്ക്വയർ പറഞ്ഞാൽ ഈ സ്ക്വയർ ഈ കൃതി 2 എല്ലാത്തിനും ബാധകമാണ്. അപ്പോൾ എന്നിന് സ്ക്വയർ എടുക്കണം. n സ്ക്വയർ ഇൻറ്റു ഇതിനും സ്ക്വയർ എടുക്കണം. n+1 ഹോൾ സ്ക്വയർ ബൈ 2 സ്ക്വയർ എടുക്കണം, 4. ഇതെന്താണ്? ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ ക്യൂബുകളുടെ തുകയാണ്. നമുക്ക് എന്താ കാണേണ്ട? ശരാശരി. ശരാശരി എങ്ങനെ കാണുക? തുകയെ എണ്ണം കൊണ്ട് ഹരിക്കണം. ശരാശരി കാണാൻ തുകയെ എണ്ണം കൊണ്ട് ഹരിക്കണം. അപ്പോൾ ഇതാണ് തുക. അപ്പോൾ ശരാശരി ആവറേജ് കാണാൻ എന്താ ചെയ്യേണ്ടത്? ഇതിനെ ഒരു n കൊണ്ട് ഹരിക്കണം. അതായത് n സ്ക്വയർ ഇൻറ്റു n+1 ഹോൾ സ്ക്വയർ ബൈ 4 n കൊണ്ട് ഹരിക്കണം പറഞ്ഞില്ലേ? ഇൻറ്റു n. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഒരു n, ഇവിടെ n സ്ക്വയർ പറഞ്ഞാൽ n ഇൻറ്റു n ആണ്. ഒരു n വെട്ടിപ്പോവും. ബാക്കി എന്താണ്? n ഇൻറ്റു n+1 ഹോൾ സ്ക്വയർ ബൈ 4. ഇനി നമുക്ക് വില കൊടുത്താൽ മതി. n എത്രയാണ്? 13. 13 ഇൻറ്റു 13 ഒന്ന് കൂട്ടിയാൽ 14, അതിന് സ്ക്വയർ ഇൻറ്റു 14 ബൈ 4. നമുക്കിതിൽ ഈ 4ഉം 14ഉം 7 2 14, ഈ 2 4, ഈ 2ഉം 14, 7 2 14, 7 ഇൻറ്റു 7 49 ഇൻറ്റു 13 ഗുണിക്കുമ്പോൾ 13 9 117, ശിഷ്ടം 11, 13 4 52, 10 62 63. ഉത്തരം 637.